ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തണ്ട് കിഴിയിലേക്ക് പോവാം. യെസ്. അല്ലേ വലിയേട്ടല്ലേ അടിച്ചു കഴിഞ്ഞിട്ട് മമ്മൂ കണ്ടില്ലേ ഇങ്ങനെ ഒരു സാധനം എന്ത് രസത് നീ ഇങ്ങനെ കാണിച്ചപ്പോ ഞാൻ അതൊന്നും ഓർത്ത് കാണിച്ചല്ലോ. അല്ലല്ലേ, ഞാനത് ഓർത്തു പോയി. അങ്ങനെയാണ് അത് ഇട്ടതാണെന്ന് കരുതി. ഫസ്റ്റ് വൺ, ഓടും കുതിര ചാടും കുതിര. സിനിമയുടെ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്തിരുന്നത് വിഷു റിലീസായിരുന്നു 2025. എന്നാൽ അത് മാറ്റാൻ സാധ്യതയുണ്ട്. മെയ് 16 നീങ്ങാൻ സാധ്യത കാണുന്നു. ഓക്കെ, നമ്മുടെ ഫഹദ് ഫാസിൽ നായകനാവുന്ന സിനിമയാണ്. അൽത്താഫാണ് സിനിമയുടെ സംവിധാനം. അടുത്തത് പൊന്മാൻ. സിനിമയുടെ റിലീസ് ഡേറ്റ് ഫെബ്രുവരി 6. നമ്മുടെ ബേസിൽ ജോസഫാണ് നായകനായിട്ട് വരുന്നത്. ജ്യോതിഷ് ശങ്കറാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫെബ്രുവരി 6 അല്ലേ? ഫെബ്രുവരി 6. അടുത്ത കിഴി ഐഡൻറ്റിറ്റി. അഖിൽ പോൾ, അനസ് ഖാൻ ഇവർ രണ്ടുപേരും സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ടോവിനോ തോമസ് നായകനാവുന്ന സിനിമ. തൃഷ, പിന്നെ വിനയ് റായ് ഇവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളാവുന്ന സിനിമയാണ്. ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. സിനിമയുടെ ഒഫീഷ്യൽ ടീസർ വരുന്നുണ്ട് ഡിസംബർ 4. ഓക്കെ, ഫോറൻസിക് ടീമിൻ്റെ സിനിമ എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ടൈം വന്നിട്ടില്ല, 4 തീയതി എത്തും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അടുത്തത് ബാറോസ്. ബാറോസ് സിനിമയുടെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്, കാണാം. സത്യം, ഏതാ ക്വാളിറ്റി വർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ നമുക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾക്ക് ഭയങ്കര ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നു. എന്നാലും അത്യാവശ്യം വലിയ ബഡ്ജറ്റിലാണ് ഈ സിനിമ വരുന്നത്. അതെ, ഡിസംബർ 25 നമുക്ക് കാണാം എന്താണ് നമ്മുടെ ലാലേട്ടൻ സംവിധാനത്തിൽ ആ രീതിയിൽ എന്താണ് ചെയ്തു വെച്ചിരുന്നത്. ഓക്കെ, അടുത്ത കിഴി പൈങ്കിളി. പൈങ്കിളി സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്, ടൈറ്റിൽ ലുക്ക് വന്നിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള സാധനമാണ്. സിനിമ റിലീസിനെത്തുന്നത് അതും ഇതിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫെബ്രുവരി 14. വാലന്റൈൻസ് ഡേ. പോസ്റ്റർ അല്ലേ? വാലന്റൈൻസ് ഡേ കറക്റ്റ് സാധനം അന്ന് തന്നെ ഇട്ട്. വേറൊരു സിനിമ കൂടെ ഉണ്ടല്ലോ വാലന്റൈൻസ് ഡേക്ക്, ഒരു പ്രണയ സിനിമ തന്നെ, അർജുൻ അശോകന്റെ ഒക്കെ. ഏതായിരുന്നു പടം? ഒരു തമിഴ് പേരാണ്. അതെ തന്നെ. എന്തായാലും അൻപോട് കൺമണി. എന്തായാലും ഒരു പോസ്റ്റർ സൂപ്പറാണ്. അനശ്വരയാണ് ഇതിൽ നായിക. നായകനായിട്ട് വരുന്നത് നമ്മുടെ സജിൻ ഗോപു അമ്പാൻ. ഇതിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഫഹദ് ഫാസിലും ജിത്തു മാധവനുമാണ് ഇത് നിർമ്മിക്കുന്നത്. ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത് നമ്മുടെ ജിത്തു മാധവനാണ്. അടുത്തത് കൂലി. കൂലി സിനിമയുടെ എന്തോ ഒരു സാധനം വരാണ്ട്. അത് എന്താന്ന് നമുക്ക് അറിഞ്ഞൂടാ. ടൈറ്റിലൊക്കെ വന്നാണല്ലോ. ഇനിയിപ്പോൾ അതൊന്നുമല്ല, ടീസറാണോ ഗ്ലിംസ് ആണോ ഒന്നും അറിഞ്ഞൂടാ. എന്തായാലും നമ്മുടെ തലൈവറുടെ ബർത്ത്ഡേന്റെ അന്ന് ഡിസംബർ 12 ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത്. ആൾറെഡി ജയിലർ 2ന്റെ പ്രൊമോ അന്ന് വരുമെന്നുള്ളത് റൂമറുണ്ട്. എന്തായാലും കൂലിയാണ് ഇപ്പോൾ ആള് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ. നെക്സ്റ്റ് മൂവി അതാണ്. അപ്പൊ അതിനാണ് കൂടുതൽ പ്രാധാന്യം കിട്ടുള്ളൂ. ശേഷേ ജയിലർ 2 വരുള്ളൂ. അതൊന്നുമല്ല, ആദ്യം അപ്ഡേറ്റിന് പ്രാധാന്യം. ഒരു ദിവസം എല്ലാം ഇറക്കി വിടുമോ രജനീകാന്തിന്റെ? രണ്ടും എന്തായാലും വരും. വരുന്നുണ്ടെങ്കിൽ അതെന്തായാലും വരും. രജനീകാന്തിന്റെ ഒക്കെ വന്നില്ലേ പിന്നെ ആരുടെയൊക്കെ വരും? ഒറ്റന്നെ വരുള്ളൂ. അത് ഒരിക്കലും തോന്നില്ല മോനെ. അങ്ങനെ വന്നിട്ടുള്ളൂ. നോക്കാം. പോലെ നല്ലല്ലോ. ചിലപ്പോ പോസ്റ്റർ ആണെങ്കിലോ ചിലപ്പോ പോസ്റ്റർ ആണെങ്കിലോ കൂലിന്റെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നോക്കാം. എന്താണെങ്കിലും സിനിമ മെയ് മാസത്തേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. റെഡി ആവും. അടുത്ത കിഴി KH 237 അൻപറിവ് സംവിധാനം ചെയ്യുന്ന കമൽ ഹാസൻ മൂവി. സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. അതായത് കമൽ ഹാസൻ ഇനി ചെയ്യുന്ന സിനിമ ഇതാണ്. GVP ആണ് ഇതിൻ്റെ മ്യൂസിക്. GVP ആണെങ്കിൽ ആ ഭാഗം സെറ്റ് ആയിരിക്കും. ആളിലിപ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിശ്വാസമുണ്ട്. അടുത്തത് സൂര്യ 45 രവി തേജ കാമിയോ. ആ സാധനം എന്തായാലും ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കുറെ യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലേ, ഞാൻ ആലോചിച്ച് നോക്കുക. രവി തേജ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രവി തേജയുടെ വീര സിനിമയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ അഡാപ്റ്റ് ചെയ്തിട്ടാണ് ഈ സിനിമ വരുന്നത്. അത് മാത്രം അഡാപ്റ്റ് ചെയ്താൽ പറയുന്നത്. ഇയാൾ എന്തിനാ അഡാപ്റ്റ് ചെയ്തെന്ന് എനിക്കറിയില്ല.
അതിലെ നായകനെ തന്നെ Adapt ചെയ്ത് നമ്മൾ രണ്ടുപേർക്കും ഒരു വലിയ വിജയം ആവശ്യമുള്ള സമയമാണ്. അതൊരു സത്യം. കുറച്ച് കാലങ്ങളായി രണ്ടുപേരുടെയും സിനിമ വിജയിച്ചിട്ട് തിയേറ്ററിൽ. അപ്പൊ അതുകൊണ്ട് രണ്ടുപേരും ഒരുമിക്കുകയാണോ ഒരു ആർക്കറിയാം. വിജയത്തിന് വേണ്ടി? അതോ ഇനി രണ്ടുപേരും ഒരുമിച്ച് വന്നിട്ട് ഒരു വലിയ ഇട്ടിട്ട് പോവോ? ഒന്നും പറയാൻ പറ്റില്ല. ദൈവമേ, കണ്ടറിയാം. സൂര്യക്ക് ഈ ഗതി വന്നല്ലോ നമ്മുടെ മനസ്സിൽ. ഓക്കെ, അടുത്ത കിഴി കങ്കുവ. കങ്കുവ സിനിമേന്റെ കങ്കുവ സിനിമയുടെ HD പ്രിന്റ് ലീക്ക് ആയിട്ടുണ്ട് കേട്ടോ. അത് വിഷയമല്ല, ഇത് ഇവരെ ടീം അറിഞ്ഞപ്പോഴേ HD അല്ല, അല്ലെങ്കിൽ അല്ല അത് ഞങ്ങൾ മനഃപൂർവ്വം പുറത്തുണ്ടാകുന്നത് അങ്ങനെ അല്ലാതെ കാണൂല അത്. അടുത്തത് SK25 സുധാ കൊഗാര ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ. പേര് പറയും, അത് ഇപ്പം പറഞ്ഞു തരും കേട്ടോ, എനിക്ക് അറിഞ്ഞൂടാ പേര്. പുര 400 അങ്ങനെയാണോ? 400 ആണെങ്കിലും 500 ആണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഇത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്തി ഇതിന് മുൻപിൽ നിൽക്കുമ്പോൾ വീണ്ടും മറന്നുപോകും. ഹോംവർക്ക് ചെയ്യാതെ വന്ന കുട്ടികളുടെ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അതുണ്ട്. എനിക്ക് പേടിച്ചിട്ടാണ് ഞാൻ പറയാഞ്ഞത്. അക്ഷരം വല്ല മാറിപ്പോയാലേ നല്ല രസം ഉണ്ടാവും. എന്താണെങ്കിലും ഇതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉടൻ തന്നെ വരും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ SK അടുത്തത് ഇത് തന്നെ, SK25 കൺഫേം ആയി. സുധാ കൊങ്കാര. വാവ്, നൈസ്. പറ്റില്ലെങ്കിൽ ഇട്ടിട്ട് പോടേന്ന് പറഞ്ഞിട്ട്. അടുത്തത് നോക്കട്ടെ. തലൈവർ 173. അതാണ് 173-ല്ല ഇത്. അതിലല്ല കാര്യം, ഇത് ആരുടെ കൂടെ വരുന്നു എന്നുള്ളതാണ് സത്യം. അതായത് വർഷങ്ങൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു 30-33 വർഷമായിട്ടല്ലേ, 32 അങ്ങനെ എത്ര കണ്ട അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദളപതിക്ക് ശേഷം രജനികാന്തും മണിരത്നം ഒരുമിക്കുന്നു. സിനിമയുടെ ഷൂട്ട് ജൂലൈയിൽ തുടങ്ങുമെന്നുള്ളതാണ് കേൾക്കുന്നത് കേട്ടോ. ഇനി എന്ത് അല്ലേ, ആഘോഷിക്കാൻ വേറെന്ത്. പിന്നല്ല. അടുത്തത് സുമതി വളവ് സിനിമയുടെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. ഷൂട്ട് തുടങ്ങുന്ന വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടോ, കണ്ടു കാണുമല്ലോ. ആ ചെറിയ കുട്ടിന്റെ കാലൊക്കെ ദൈവമാക്കിയിട്ടുണ്ട് പാത്തിനെ. ദേവനന്ദ കുട്ടി തന്നെ ഇങ്ങനെ എന്തെന്നാ ഈ അപ്പൂപ്പനൊക്കെ വന്ന് ചെയ്യുന്നത്. അളകനന്ദ ഏതാ? നമ്മുടെ ന്യൂസ് റിപ്പോർട്ടർ മമ്മൂട്ടി. മനസ്സിലായി. പ്രായമാകാത്ത മമ്മൂട്ടി അല്ലേ? മനസ്സിലായി. ഏജന്റ് റിവേഴ്സ് ഗിയർ. ഓക്കെ, അടുത്ത കിഴി. ഓ, ഹരിഹര വീര മല്ലു. തെലുങ്കന്മാർക്ക് മല്ലൂസിനോട് ഇപ്പൊ ഒരു പ്രത്യേക ഇഷ്ടമൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും വൻ ഹിറ്റല്ലേ ഇവിടുന്ന് കൊടുക്കുന്നത്. എന്തായാലും ഹരിഹര വീര മല്ലു സിനിമയുടെ ഷൂട്ടിലേക്ക്, പുതിയ ഷെഡ്യൂളിലേക്ക് നമ്മുടെ പവൻ കല്യാൺ ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്ന് തുടങ്ങിയാലേ ഇത് കഴിഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. ഒരു ഗംഭീര സാധനം മൂപ്പറത് വരാനുള്ള സാധനം ഇത് തന്നെയാണെന്ന് തോന്നുന്നു. അല്ല, അത് വേറെ ഓജിയായിരുന്നു അല്ലേ? ഞാൻ ഇതാണോ അതാണോ സംവിധായകൻ. യെസ്, അത് പറയുമ്പോഴാണ് ഒരു പേടി. സാഹോന്റെ സംവിധായകൻ എന്ന് പറയും. അതാണ്. അടുത്തത് നസ്ലൻ കല്യാണി മൂവി, കല്യാണി പ്രിയദർശൻ നിർമ്മിക്കുന്നത്. യെസ്, സിനിമയുടെ ബാംഗ്ലൂർ ഷെഡ്യൂള് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹൈദരാബാദ്, ബാംഗ്ലൂർ ഇങ്ങനെയുള്ള പരിപാടി മാത്രം നമ്മൾ പിടിക്കുള്ളൂ. എന്തായാലും ഞങ്ങൾ പിടിക്കാൻ പോണ UK. എന്തായാലും ബാംഗ്ലൂരിനോട് ഇവര് ബൈ പറഞ്ഞിട്ട് മേ ബി കേരളത്തിലാവാം. അത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, അടുത്ത ഷെഡ്യൂൾ എവിടെയാന്നുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അവര് പറയട്ടെ, അപ്പൊ വന്ന് പറയാട്ടോ. എന്തായാലും ഇതില് ടോവിനോ ഉണ്ട് എന്ന് കേൾക്കുന്നു, ദുൽഖർ ഉണ്ട് എന്ന് കേൾക്കുന്നു, പിന്നെ മലയാളത്തിലെ യുവനടന്മാരെല്ലാരും വരുന്നുണ്ട്. കൂടെ കൂടി വലിയൊരു സംഭവം പുറത്തുവിടാനുള്ള പ്ലാനാണ്. എന്തായാലും അത്യാവശ്യം ബഡ്ജറ്റിലാണ് ഈ സിനിമ വരുന്നത്. കാത്തിരിക്കാം. ഒരു ഫാന്റസി പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. ഇതിന്റെ അടിയിലേ നമ്മുടെ കല്യാണി പ്രദർശന് എന്തോ പനിയൊക്കെ പിടിച്ചിട്ട് മനസ്സ് ഭയങ്കരമായിട്ട് ഇല്ല, ഒരു കുഴപ്പമില്ല, പോവല്ലേ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. യെസ്, അടുത്തത് റിയാക്ഷനാണ് നമ്മുടെ ഉപ്പിയുടെ സിനിമ. UA ടീസർ 11/3 7 11/7. ആ 11/7. ഓക്കെ, ബൈ.